എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 വർഷത്തിൽ PSC ചോദിച്ച ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിലവിലെ അധ്യക്ഷനാര്? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണൻ. ISROയുടെ നിലവിലെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ചന്ദ്രയാൻ 3 വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ISRO ചെയർമാനാണ് മലയാളിയായ ഡോക്ടർ S സോമനാഥ്. അടുത്ത ചോദ്യം, 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട രാജ്യം? ഉത്തരം ഓപ്ഷൻ ബി ഫ്രാൻസ്. 2022 ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീനയാണ് ഫ്രാൻസിനെ തോൽപ്പിച്ച് കിരീടം നേടിയത്. അടുത്തത്, 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെ? ഉത്തരം ഓപ്ഷൻ സി ഡിങ് ലിറൻ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയുടെ ഗുഗേഷ് ദൊമ്മരാജു ആണ് നേടിയത്. അദ്ദേഹം ചൈനയിലെ ഡിങ് ലിറനെയാണ് പരാജയപ്പെടുത്തിയത്. ഗുഗേഷ് ചെസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനാണ്. 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി പൂനെ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ? ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക്? ഉത്തരം ഓപ്ഷൻ സി കേരള ഗ്രാമീൺ ബാങ്ക്. ഫോബ്സ് മാഗസിൻ തയ്യാറാക്കിയ 2024 ലോകത്തെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ കേരള ഗ്രാമീൺ ബാങ്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ 18ാമത്തെ മികച്ച ബാങ്ക് എന്ന നേട്ടമാണ് കേരള ഗ്രാമീൺ ബാങ്ക് സ്വന്തമാക്കിയത്. പട്ടികയിൽ ഇടം പിടിച്ച ഏക റീജിയണൽ റൂറൽ ബാങ്കുമാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഏത് നഗരത്തിൽ നടന്ന ഇ ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഇ ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ മുംബൈ. 2025 ജനുവരിയിൽ ഏത് ഇന്ത്യൻ പ്രമുഖ വ്യക്തിയാണ് വനിതാ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ PRI പ്രതിനിധികളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നൂതനാശയങ്ങളും സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ ഓം ബിർള. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഓപ്പറേഷൻ സുതാര്യത ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഡിസ്ട്രിക്റ്റ് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന. കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി? ഉത്തരം ഓപ്ഷൻ സി പി രാജീവ്. കേരള സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രിയാണ് പി രാജീവ്. നിയമം, കയർ എന്നീ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നു. കളമശ്ശേരിയാണ് നിയോജക മണ്ഡലം. ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ? ഉത്തരം ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്ര. ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ്? ഉത്തരം ഓപ്ഷൻ ബി അജയ് ബംഗ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരമാരാണ്? ഉത്തരം ഓപ്ഷൻ സി PR ശ്രീജേഷ്. PR ശ്രീജേഷ് 2012 ലണ്ടൻ മുതൽ 2024 പാരീസ് വരെയുള്ള എല്ലാ ഒളിമ്പിക്സിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. ടോക്കിയോ 2020, പാരീസ് 2024 ഒളിമ്പിക്സുകളിലെ വെങ്കല മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരുന്നു PR ശ്രീജേഷ്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പൃഥ്വിരാജ്. ആടുജീവിതം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അവാർഡ്. കഥാപാത്രത്തിൻ്റെ പേര് നജീബ് എന്നാണ്. സംവിധാനം ചെയ്തത് ബ്ലസ്സിയാണ്. ആടുജീവിതം പുസ്തകം രചിച്ചത് ബെന്യാമിനാണ്. 2009 കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും മികച്ച മലയാള നോവലിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആടുജീവിതത്തിന്. മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ MS സ്വാമിനാഥൻ. ലോകപ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിൻ്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. കൃതിക്ക് അവതാരിക എഴുതിയത് MS സ്വാമിനാഥനും രാമചന്ദ്ര ഗുഹയുമാണ്. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം സെൻട്രൽ. അടുത്തത്, 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി ജപ്പാനാണ് 3ാം സ്ഥാനത്ത് വന്നത്.
2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയാണ് കിരീടം നേടിയത്. ഫൈനലിൽ മലേഷ്യയാണ് 4-3 പരാജയപ്പെടുത്തിയത്. ഇന്ത്യ 4ാം തവണയാണ് കിരീടം സ്വന്തമാക്കുന്നത്. ചെന്നൈയിലെ മേയർ രാധാകൃഷ്ണൻ സ്റ്റേഡിയത്തിലാണ് ടൂർണമെൻറ്റ് നടന്നത്. ചാമ്പ്യന്മാർ ഇന്ത്യ, റണ്ണറപ്പ് മലേഷ്യ, 3ാം സ്ഥാനം നേടിയത് ജപ്പാൻ എന്നിവയാണ്. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേര്? ഉത്തരം ഈ സേവനം. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം? ഉത്തരം ഓപ്ഷൻ ഡി ലാഹോർ. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി കെ അരവിന്ദാക്ഷൻ. ഗോവ എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം? ഉത്തരം ഓപ്ഷൻ സി മനു ഭാക്കർ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ, 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സർ ടീം ഇനത്തിൽ സർബ്ജോത് സിംഗിനൊപ്പം വെങ്കലം നേടി മനു ഭാക്കർ. 2024 ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ മാധവ് ഗാഡ്ഗിൽ. 2024 ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിനാണ്. പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ മാനിച്ചാണ് ഈ പുരസ്കാരം നൽകിയത്. പരിസ്ഥിതി മേഖലയിൽ യുണൈറ്റഡ് നേഷൻസ് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കുവൈറ്റ്. 2024 ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ഈ പദവി ലഭിച്ചിട്ടുണ്ട്. പ്രീ സ്കൂൾ കുട്ടികൾക്കു വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപ്പുസ്തകം? ഉത്തരം ഓപ്ഷൻ ബി കളിത്തോണി. അടുത്തത്, നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആർദ്രം. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കിർത്താഡ്സ്. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടി? ഉത്തരം ഓപ്ഷൻ സി കിളിക്കൊഞ്ചൽ. നിരാലംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ ബി അഗതി രഹിത കേരളം. കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസനം എക്സൈസ് വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി ശ്രീ MB രാജേഷ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഉത്തരം ഓപ്ഷൻ എ ആൻ്റോണിയോ ഗുട്ടറസ്. അടുത്തത്, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്ത. താഴെ തന്നിട്ടുള്ളവയിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി? ഉത്തരം ഓപ്ഷൻ എ പത്മ സുബ്രഹ്മണ്യം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ഉത്തരം ഓപ്ഷൻ ഡി സി വിജിൽ. അടുത്തത്, നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കിരൺ റിജ്ജു. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി. അടുത്തത്, കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര്? ഉത്തരം ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അടുത്തത്, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? ഉത്തരം ഓപ്ഷൻ ബി NS മാധവൻ. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് അമൃതം ആരോഗ്യമാണ് പദ്ധതി. അടുത്തത്, ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യമാണ്? ഉത്തരം ഓപ്ഷൻ ഡി സൗദി അറേബ്യയാണ്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം. അടുത്ത ചോദ്യം, മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് നൈജീരിയയാണ് MEN5CV എന്ന വാക്സിൻ നിർമ്മിച്ചത്. അടുത്തത്, ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം? ഉത്തരം ഓപ്ഷൻ എ മുംബൈ.
ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി ഇറ്റലി. അടുത്തത് 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാര്? ഉത്തരം EV രാമകൃഷ്ണൻ. അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി INS നീലഗിരി, INS സൂറട്ട്, INS വാഗ്ഷീർ എന്നിവയാണ് ഇന്ത്യയിൽ 2025 ജനുവരിയിൽ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ. അടുത്തത്, US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിങ് കമാൻഡർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ശുഭാൻഷു ശുക്ല. അടുത്തത്, താഴെ പറയുന്നതിൽ ഏറ്റവും പുതിയതായി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷ അല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ എ ഭോജ്പുരിയാണ് ഇതിൽ ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടില്ലാത്ത ഭാഷ. ബാക്കി മറാത്തി, അസാമീസ്, ബംഗാളി എന്നിവയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുണ്ട്. അടുത്തത്, ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ? ഉത്തരം ഓപ്ഷൻ ഡി പ്രണബോ സുബിയാന്തോ. ഇന്തോനേഷ്യയുടെ രാഷ്ട്രത്തലവനാണ് പ്രണബോ സുബിയാന്തോ. അടുത്തത്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കുലശേഖരപട്ടണം. തമിഴ്നാട്ടിലെ കുലശേഖരപട്ടണത്താണ് ഇന്ത്യയുടെ ISROയുടെ 2ാമത്തെ സ്പേസ് പോർട്ട് നിലവിൽ വരുന്നത്. ചോദ്യം, 2025 ജനുവരി 29 ISRO NVS-02 എന്ന ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഈ ഉപഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. GSLV F-12 എന്ന റോക്കറ്റാണ് NVS-02 ഉപഗ്രഹത്തെ വഹിച്ചു കൊണ്ടുപോയത്. ഈ പ്രസ്താവന തെറ്റാണ്. GSLV F-15 എന്ന റോക്കറ്റാണ് NVS-02 ഉപഗ്രഹത്തെ വഹിച്ചു കൊണ്ടുപോയത്. മറ്റു 2 പ്രസ്താവനകൾ നോക്കാം. ഇത് ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ് NVS-02. ഭൗമ, വ്യോമ, സമുദ്ര നാവിഗേഷൻ, മൊബൈൽ ഉപകരണങ്ങളെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ എന്നിവ ഉപഗ്രഹത്തിൻ്റെ പ്രധാന ആപ്ലിക്കേഷനുകളാണ്. ഈ 2 പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ചോദ്യം, 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ എന്നിവർക്ക് ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിനാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ എന്നിവർക്ക് ലഭിച്ചത്. സ്റ്റംപ്ഡ്, ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 യാർഡ്സ് ഇത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ ബി സയ്യിദ് കിർമാനി. അടുത്ത ചോദ്യം, I too had a dream ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യയുടെ മിൽക്ക് മാൻ എന്നറിയപ്പെടുന്ന ആളാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന് കാരണം ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇന്ത്യയിൽ ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? ഉത്തരം ഈക്വലൈസേഷൻ ലെവിയാണ് ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി. ഇത് 2025 ഇന്ത്യ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അടുത്തത്, ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം നാം, നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമകോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വാമനപുരം. അടുത്തത്, കേരളത്തിലെ സർക്കാർ മേഖലയിലെ മനുഷ്യ വിഭവശേഷി മാനേജ്മെൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ സ്പാർക്ക്. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. അടുത്തത്, ട്രാജൻ 155mm ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യമേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഫ്രാൻസ്. 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായ വിവ പ്രൊജക്റ്റ് ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിനും ചികിത്സയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി അനീമിയ അല്ലെങ്കിൽ വിളർച്ച. വിവ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്നാണ് ഇതിൻ്റെ ടാഗ് ലൈൻ. അടുത്തത്, 2025 ലോകാരോഗ്യ ദിനപ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ താഴെ പറയുന്നവയിൽ ഏതിനെ കേന്ദ്രീകരിച്ചാണ്? ഉത്തരം ഓപ്ഷൻ ഡി
നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും സംബന്ധിച്ചാണ് 2025 ലോകാരോഗ്യ ദിന പ്രമേയം. അടുത്തത് 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയ എമിലിയാനോ മാർട്ടിനസ് ഏത് രാജ്യക്കാരനാണ്? ഉത്തരം ഓപ്ഷൻ എ അർജന്റീന. അടുത്തത് ബാഷർ അൽ അസദ് ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു? ഓപ്ഷൻ എ സിറിയ. അടുത്തത് ഏതാണ് ഓപ്പൺ എയുടെ ChatGPT 4-നെതിരെ മത്സരിക്കാനുള്ള ഏറ്റവും പുതിയ AI മോഡൽ ജെമിനി 1.5 അടുത്തിടെ പ്രഖ്യാപിച്ച കമ്പനി? ഉത്തരം ഓപ്ഷൻ ബി ഗൂഗിൾ ഡീപ് മൈൻഡ്. അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി സജി ചെറിയാൻ. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഉത്തരം ഓപ്ഷൻ ഡി സ്പാഡക്സ്. 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിന് കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3 എന്നീ പ്രസ്താവനകളാണ് ശരി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ് ഇവർ. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അവരുടെ ജന്മദേശം സിംബാബ്വേയാണ്, നമീബിയ അല്ല. മുൻ ഒളിമ്പിക് നീന്തൽ താരമാണ് ക്രിസ്റ്റി കവൻട്രി, ബാഡ്മിൻ്റൺ താരമല്ല. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. അടുത്തത് മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ? ഉത്തരം ഓപ്ഷൻ ബി MT വാസുദേവൻ നായർ. അടുത്തത് നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി നാസ. അടുത്തത് ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ സി ചൈനയാണ് 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം. അടുത്തത് 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പെഗി വിറ്റ്സൺ. അടുത്ത ചോദ്യം, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി? ഉത്തരം ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. അടുത്ത ചോദ്യം, കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ബി സുനിൽകുമാർ. അടുത്ത ചോദ്യം, ഈക്കോ ടൂറിസം പോയിൻ്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിടൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡ്. അടുത്തത് 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ സി ഐരാവത്. അടുത്തത്, കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇ ക്യൂബ്. അടുത്തത്, ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ മധ്യപ്രദേശ്. അടുത്തത്, നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3, 4 എന്നീ പ്രസ്താവനകളാണ് ശരി. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചത്. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. 2026 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ഉത്തരം 100. അടുത്തത്,
ഇന്ത്യയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ്. അടുത്ത ചോദ്യം, കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാസമുന്നതി. അടുത്ത ചോദ്യം, മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര്? ഉത്തരം യോദ്ധാവ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോ നലേഡി എന്ന മനുഷ്യ പൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി റൈസിംഗ് സ്റ്റാർ കേവ്. അടുത്തത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി സുനിത വില്യംസ്. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. STX-01 ആൻഡ് XTS-02 ആണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ച ഉപഗ്രഹങ്ങൾ. അടുത്ത ചോദ്യം, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ഉത്തരം ഓപ്ഷൻ എ സൾഫർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തതാര്? ഉത്തരം ഓപ്ഷൻ ഡി സുഖ്ജിത് സിംഗ്. ഗുകേഷ് ടി, ഹർമൻപ്രീത് സിംഗ്, മനു ഭാക്കർ എന്നിവർ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയവരാണ്. അടുത്ത ചോദ്യം, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി? ഉത്തരം ഓപ്ഷൻ എ ഗായത്രി സ്പിവാക്. അടുത്ത ചോദ്യം, 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏതു മേഖലയിൽ പ്രശസ്തി ആർജിച്ചാണ്? ഉത്തരം ഓപ്ഷൻ ബി നൃത്തം. അടുത്ത ചോദ്യം, 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി എ ജയതിലക്. അടുത്ത ചോദ്യം, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. അടുത്തത്, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി BR ഗവായ്. ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്നാണ് ചീഫ് ജസ്റ്റിസിൻ്റെ മുഴുവൻ നാമം. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം എ ഷാജഹാൻ. അടുത്ത ചോദ്യം, 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വിക്രം മിശ്രി. അടുത്ത ചോദ്യം, 2023 ഗ്രീൻ ഹൈഡ്രജനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം? ഉത്തരം ഓപ്ഷൻ ഡി ന്യൂഡൽഹി. അടുത്ത ചോദ്യം, ഗവൺമെൻറ് ആശുപത്രികൾ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി? ഉത്തരം ഓപ്ഷൻ എ ആർദ്രം. അടുത്തത്, 2023 CB കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി പെരുമ്പടവം ശ്രീധരൻ. അടുത്ത ചോദ്യം, 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഡേവിഡ് ബേക്കറിനാണ്. ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ എന്നിവർക്കൊപ്പമാണ് ഡേവിഡ് ബേക്കർ 2024 രസതന്ത്ര നോബൽ പുരസ്കാരം പങ്കിട്ടത്. അടുത്ത ചോദ്യം, 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി
കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. അടുത്ത ചോദ്യം, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. അടുത്തത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം. ഉത്തരം ഓപ്ഷൻ സി വാരണാസി. അടുത്തത്, പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. അടുത്തത്, 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിമിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഓപ്ഷൻ എ സൗദി അറേബ്യ. അടുത്ത ചോദ്യം, കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഉത്തരം ഓപ്ഷൻ ഡി പുല്ലമ്പാറ. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം. മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഉത്തരം ഓപ്ഷൻ ബി. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏതു മേഖലയിൽ പ്രശസ്തനാണ്? ഉത്തരം ഓപ്ഷൻ സി ചലച്ചിത്ര രംഗം. അടുത്തത്, 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി സാറ ജോസഫ്. അടുത്തത്, വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. ഉത്തരം ശാസ്താംപാറ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ഉത്തരം ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്. അടുത്ത ചോദ്യം, DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി സമീർ ബി കാമത്ത്. അടുത്ത ചോദ്യം, 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ഉത്തരം ഓപ്ഷൻ എ ആശാധാര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര. അടുത്തത്, 2024 ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം. ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത്. ഉത്തരം ഓപ്ഷൻ സി ഡി കുഗേഷ്. അടുത്തത്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജ്ഞാനേഷ് കുമാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? ഉത്തരം 1600. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. കേരള സംസ്ഥാനത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. ഈ പ്രസ്താവനയാണ് ശരി. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം കെ സ്മാർട്ട്. ഓപ്ഷൻ ബി കെ സ്മാർട്ടാണ് ഇതിൻ്റെ ഉത്തരം. അടുത്തത്, സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഉണർവ്. അടുത്ത ചോദ്യം, 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവരിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം പ്രസ്താവനകളാണ് ഇതിന് ശരിയായത്. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തവും ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പഠനങ്ങൾക്ക് വേണ്ടിയാണ് 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ആട്ടിടയന്മാരുടെ താഴ്വര വാലി ഓഫ് ഷെപ്പേർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. ഉത്തരം ഓപ്ഷൻ സി പഹൽഗാം. അടുത്ത ചോദ്യം, 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്ക. അടുത്തത്,
ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശന ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ സി S-400 ട്രയംഫ്. അടുത്ത ചോദ്യം, 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? ഉത്തരം കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത് 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ? ഉത്തരം ഓപ്ഷൻ എ പായൽ കപാഡിയ. അടുത്ത ചോദ്യം, 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ പ്രഭാവർമ്മ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ തലശ്ശേരി. അടുത്ത ചോദ്യം, 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ജേതാവ്? ഉത്തരം ഓപ്ഷൻ ബി മിഥുൻ ചക്രവർത്തി. അടുത്ത ചോദ്യം, നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി സ്വീഡൻ. അടുത്തത്, ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എന്നിവയ്ക്ക്. അടുത്ത ചോദ്യം, ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായതേത്? ഇതിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1 മുതൽ 4 വരെയുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. റീസി ജില്ലയിൽ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നത്. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ഭാരമുള്ള ശ്രീനഗർ ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിൻ്റെ പ്രധാന നിർമ്മാണം മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ ഡി സ്പാഡക്സ് മിഷൻ. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി? ഉത്തരം ഓപ്ഷൻ ഡി ഗായത്രി സ്പിവാക്. താഴെ കാണിച്ചിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. യുണിസെഫിൻ്റെ 8ാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് കാതറിൻ റസൽ. ഐക്യരാഷ്ട്ര സംഘടന 2024 ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ മുദ്രാവാക്യം. അടുത്ത ചോദ്യം, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം? ഉത്തരം ഓപ്ഷൻ സി ചന്ദ്രയാൻ 3. കേരള ഗവർണറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 4ാമത്തെ പ്രസ്താവന, അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ 22ാമത് ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായത് 2019 സെപ്റ്റംബറിലാണ് എന്നീ 3 പ്രസ്താവനകൾ ശരിയാണ്. ചോദ്യം, 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം വിക്ടർ അംബ്രോസിനും ഗാരി റൂക്കനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? ഉത്തരം ഓപ്ഷൻ ഡി മൈക്രോ RNA. അടുത്തത്, ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം? ഒഡീസിയസ്. അടുത്തത്, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ ഡി 6 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. അടുത്ത ചോദ്യം, പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 4 ബഗ്ലിഹാറാണ് ഇന്ത്യ അടച്ച ഡാം. അടുത്ത ചോദ്യം, കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതിയാണ് ജീവനം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത്? ഉത്തരം ഓപ്ഷൻ എ ഗുരുജട അപ്പാറാവു. അടുത്ത ചോദ്യം, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന്
ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിൽ? ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ സിന്ധു. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR-450 അനാച്ഛാദനം ചെയ്ത രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി ചൈന. അടുത്തത്, നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. അടുത്ത ചോദ്യം, ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിൽ ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം? ഉത്തരം ഓപ്ഷൻ ബി അസറ്റലിൻ. അടുത്തത്, പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം AI ടൂൾ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആൽഫാഫോൾഡ്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപുലയാട്ടം എന്നിവയാണ് 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാവരും മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കളാണ്. ഗുകേഷ് ടി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ എന്നിവർക്ക് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്തത്, 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം? ഉത്തരം ഓപ്ഷൻ ബി ചെനാബ് റെയിൽവേ പാലം. അടുത്ത ചോദ്യം, 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് ഈ 2 ഗ്രന്ഥങ്ങൾ. അടുത്തത്, 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഡീപ് സീക്ക്. അടുത്തത്, ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി അമരാവതി. അടുത്ത ചോദ്യം, സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ ആസാം. ആസാം സാറ്റ് എന്നാണ് ഉപഗ്രഹത്തിൻ്റെ പേര്. അടുത്തത്, എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആനയറ. അടുത്ത ചോദ്യം, കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ക്യാൻസർ ബോധവൽക്കരണം. അടുത്തത്, സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആദിത്യ L1. അടുത്ത ചോദ്യം, അടുത്തിടെ വാർത്തകൾ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി മാൽവെയർ. അടുത്ത ചോദ്യം, കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി മുരളി ചീരോത്ത്. അടുത്ത ചോദ്യം, 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി സതീദേവി. അടുത്തത്, 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം? ഉത്തരം എ നവ്ദീപ് സിംഗ്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ജോൺ ജെ ഹോഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവർക്കാണ് 2024 ഫിസിക്സ് നൊബേൽ സമ്മാനം ലഭിച്ചത്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസ്സർ ചിപ്പ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബില്ലോയാണ്. മയോറാന 1 ആണ് മൈക്രോസോഫ്റ്റ് നിർമ്മിച്ച പ്രോസസ്സർ ചിപ്പ്. അടുത്തത്, 2025 കബഡി ലോകകപ്പിൻ്റെ വേദി? ഉത്തരം ഓപ്ഷൻ ബി ഇംഗ്ലണ്ടാണ്. അടുത്ത ചോദ്യം, 2025
ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി? ഉത്തരം ഓപ്ഷൻ ഡി ബാനു മുസ്താഖ്. 2025 PSC ചോദിച്ച ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.